ഇനി തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ അധികാരമേറ്റതിന്റെ ആവേശം നമ്മുടെ കേരളത്തിലുമുണ്ടല്ലോ. തന്റെ പ്രിയ താരം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച ഒരു മലയാളി ആരാധക കുടുംബം ഈ സന്തോഷം ഇപ്പോൾ പങ്കിടുന്നത് ഒരു വേറിട്ട രീതിയിലാണ്. എന്താണെന്നോ, സ്വന്തം ഹോട്ടലിൽ എത്തുന്ന അല്ലെങ്കിൽ ആ സ്വന്തം ഹോട്ടലിൽ ആദ്യം എത്തുന്ന 150 പേർക്ക് സൗജന്യമായി ചിക്കൻ ബിരിയാണി വിളമ്പിയാണ് ഇടപ്പള്ളി സ്വദേശികളായ ദമ്പതികൾ ഹാരിസും ഭീമയും തങ്ങളുടെ 1983 എന്ന ഹോട്ടലിൽ വിജയാഘോഷം പൊടിപൊടിച്ചത്. சி ஜோசப் விஜய் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് തമിഴ് മണ്ണിൽ ദളപതി യുഗം പിറന്നിരിക്കുന്നു. അങ്ങ് തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റപ്പോൾ അതിൻ്റെ അലയൊലികൾ ഇങ്ങ് കേരളത്തിലും ഉണ്ടായി. ഇവിടെ ആഘോഷം വെടിക്കെട്ടിലും പാലഭിഷേകത്തിലും ഒന്നുമല്ല. ഒരു ആരാധകൻ വയറു നിറയെ ബിരിയാണി എന്ന സ്നേഹം വിളമ്പിയാണ് ആ മധുരം പങ്കുവയ്ക്കുന്നത്. എടപ്പള്ളി മരോട്ടിച്ചോട്ടിലെ 1983 ദം ബിരിയാണി, അവിടെയാണ് ഇന്ന് സൗജന്യമായിട്ട് ആദ്യം വരുന്ന 150 പേർക്ക് ബിരിയാണി വിളമ്പിയത്. ഹാരിസും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭീമയും ചേർന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ബിരിയാണി വെച്ച് വിജയുടെ ആഘോഷം രസകരമാക്കുന്നത്? നമ്മൾ 10-20 വർഷമായിട്ട് വിജയനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും നമ്മൾ 10-50 പേരൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പോയി കാണും, ആഘോഷമാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നടന്നപ്പോൾ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ അങ്ങനെ എല്ലാവർക്കുമായിട്ട് പങ്കിടാമെന്നുള്ളൊരു ഇതാണ് വിചാരിച്ചത്. ഹാരിസ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും എന്തായിരുന്നു? ഞാനും ഒരു വിജയ് ഫാനാണ്. അപ്പം നമുക്ക് ആഘോഷിക്കണമല്ലോ, കേരളത്തിലും വേണ്ടേ, തമിഴ്നാട്ടിൽ മാത്രമല്ലല്ലോ ആഘോഷിക്കണം. തമിഴ് മണ്ണിൽ ഒരു ദളപതി യുഗം പിറന്നിരിക്കുകയാണ്. എന്താണ് ഒരു വലിയ മാറ്റം ഉണ്ടാകുക? അത് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ ഇപ്പോൾ വിജയ് തന്നെ ഇപ്പോൾ അവിടെ ജയിച്ചത് തന്നെ 28 ദളിത് ആളുകളെ വിജയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഒരു മന്ത്രി, പണ്ടത്തെ മന്ത്രിനെ തോപ്പിച്ചത്. ഒരു ഇറച്ചി കടക്കാരൻ അവിടുത്തെ ഒരു എലൈറ്റ് ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിൽ വിജയിച്ചിട്ടുണ്ട്. അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. തമിഴ് എന്നുള്ള അവർക്ക് ഓൾറെഡി അത് ഉള്ളതാണ്. പക്ഷെ അത് ഒന്നും കൂടി നല്ല സ്ട്രോങ് ആയി. അപ്പോൾ അതിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷിക്കേണ്ടത്. വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വിജയ് എന്ന നടനെ നിങ്ങൾക്ക് നഷ്ടമാകുകയാണ്. അപ്പോൾ അതിലെന്താ തോന്നുന്നത്? അതൊരു മിസ്സിങ് തന്നെയാണ്. എന്നാലും പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര ഒരു സംഭവമായി. ഇപ്പോൾ തമിഴന്മാർ പറയണവരെ ഇപ്പൊ എല്ലാ ദിവസവും TV കാണാം. മറ്റേത് ഒരു വർഷത്തിലൊരിക്കലൊക്കെ അല്ലേ സിനിമയാണ്. ലാസ്റ്റ് അഭിനയിച്ച ജനനായകൻ ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെ കാണണ്ടേ? അത് എന്തായാലും അടിച്ചു പൊളിക്കും. അതിനി എന്തായാലും മറ്റേ ആ ടൈറ്റിൽ കാർഡ് തന്നെയാണ് അതിന്റെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് എന്ന് എഴുതി കാണിക്കുമ്പോൾ തന്നെ സംഭവം വേറെ ലെവലായി. വിജയഫാനാണ്. അപ്പോൾ ഇപ്രതീക്ഷയിൽ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ കാണാൻ പ്രതീക്ഷിക്കണേ. പക്ഷെ ഒന്നും പറയാനില്ല. CM ആയത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അതുപോലെ കേരളത്തിൽ വന്ന പ്രതീക്ഷയുണ്ട്. ഇൻസ്റ്റയിൽ റീൽ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഓടി വന്നതാണ്. നമ്മുടെ കോളേജ് തന്നെ അടുത്ത് തന്നെയാണ്, കളമശ്ശേരി. ഒന്നും പറയാനില്ല, പൊളി. നമ്മൾ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണത് പെട്ടെന്ന് ആന അടിച്ചെടുത്തോണ്ടും പോയി. മലയാള നാട്ടിലെ ഈ വിജയ് ആരാധകന്റെ ഈ ആഘോഷം അങ്ങ് തമിഴ് മണ്ണിലും എത്തട്ടെ. ജോയിസിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.
ശ്യാം പ്രസാദ് ഉത്തമൻ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ട്. ശ്യാം, ഇതിപ്പോൾ അവിടുത്തെ വിജയം എത്രത്തോളമാണ് നമ്മുടെ കേരളത്തിൽ ആഘോഷമാക്കിയെന്ന് പല ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തമാണ്. ശരിക്കും അതിൽ സ്നേഹമുണ്ട്, ഒരു നന്മയുണ്ട്. ഇത്രയും പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് വെച്ചാൽ അത് 150 പേർക്കാണ്. അതൊരു വലിയൊരു കണക്ക് തന്നെയാണ്. ശരിക്കും നല്ല ആളെത്തിയിട്ടുണ്ടായിരുന്നല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ? തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാർ ദളപതി ഇതാ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്നു. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയതോടുകൂടി കേരളത്തിലും അതിൻ്റെ ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഇങ്ങ് കൊച്ചിയിൽ 1983 എന്ന് പറയുന്ന ഇടപ്പള്ളിയിലെ റൂട്ട് എന്ന് പറയുന്ന ഒരു ഫുഡ് കോർട്ടിലെ ഒരു ഹോട്ടലിലാണ് ഇത്തരത്തിൽ 150-ലധികം വരുന്ന ആളുകൾക്ക് ബിരിയാണി വെച്ച് നൽകിയത്. വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടപ്പള്ളി സ്വദേശികളായിട്ടുള്ള ഹാരിസും ഭാര്യ ഭീമയും ചേർന്ന് നടത്തുന്ന ഹോട്ടലിൽ വെച്ച് ഇത്തരത്തിൽ ഭക്ഷണം സൗജന്യമായി നൽകിയത്. ഏകദേശം 150 പേർക്കാണ് നൽകാൻ തീരുമാനിച്ചതെങ്കിലും അതിലുമേറെ ആളുകൾ വന്നു. ഏകദേശം 300 പേർക്കുള്ള ഭക്ഷണം കരുതി വെച്ചതായാണ് ഹാരിസ് പറഞ്ഞത്. ഹാരിസും ഭീമയും ഭീമ ഇൻഫോ പാർക്കിലെ ജീവനക്കാരിയാണ്. അതോടൊപ്പം തന്നെ ഹാരിസ് സർക്കാർ സർവീസിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലർക്കാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വിജയ് എന്ന് പറയുന്നത് ഇവർക്ക് വലിയൊരു ആവേശമാണ്, ആരാധകരാണ്. ഈ സിനിമകളെല്ലാം തന്നെ ആദ്യം പോയി കാണുന്ന ആളുകളാണ്. ഇനി ജനനായകൻ ഇറങ്ങാനിരിക്കുന്നേ ഉള്ളൂ. ആദ്യ ദിവസം ആദ്യ ഷോ പോയി കാണും എന്ന് തന്നെയാണ് ആ കുടുംബം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഹാരിസിനും ഭീമയ്ക്കും ഒപ്പം അവരുടെ സുഹൃത്തുക്കളും ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി ഗംഭീരമാക്കിയത്. അവിടെ ഒരു വലിയൊരു TV ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിജയുടെ പാട്ടും വിജയ് ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദൃശ്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് നിരവധിയായ ആളുകൾ എത്തി എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഏകദേശം 150 പേർക്കാണ് ഇത് നിശ്ചയിച്ചതെങ്കിലും 300-ലധികം പേർ വരുന്ന ആളുകൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങളുമൊക്കെ ആ ഭക്ഷണത്തിൻ്റെ ഭാഗമായി വിജയുടെ ആ ഒരു ആഘോഷ ചടങ്ങിൽ ഇവിടെ ഒരുക്കിയ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്കും കഴിഞ്ഞു. എന്തായാലും ഇത്തരമൊരു പ്രവൃത്തി പറയുന്നത് കേരളത്തിലും ഇങ്ങനെ സിനിമാ താരങ്ങളൊക്കെ ഇത്തരത്തിൽ വരട്ടെ എന്ന ഒരു കാര്യം കൂടി ഹാരിസ് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ എത്തിയവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. വിജയുടെ വിജയത്തെക്കുറിച്ചും നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും നാളും കണ്ട ആഘോഷങ്ങൾ പോലെ അല്ലായിരുന്നു ഇത്. വ്യത്യസ്തമാണ്, സ്നേഹം വിളമ്പുന്നു, അങ്ങനെ തന്നെ പറയാൻ പറ്റേ. ശരി ശ്യാം.